കേരളമെന്ന പുരോഗമന സമൂഹത്തിൻ്റെ അപമാനകരമായ ഒരു സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. നമ്മൾ അധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം. ഇവർ കുടുംബാംഗങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്, നമ്മുടെ സാമാന്യയുക്തിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ക്രൂരമായ മാനസിക പീഡനം അഭിമുഖീകരിച്ചിട്ടുണ്ട് നിതിൻ. അത് തീർച്ചയായിട്ടും വരുന്ന വാർത്തകളും പുറത്തു വരുന്ന വിവരങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ്. അത് അവരുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളോട് പറയുന്നുണ്ട്. ഇപ്പോൾ അച്ഛനോടും അമ്മയോടും കൂടുതൽ നേരം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിലാണ്. അപ്പോൾ അതിലവർ ആവശ്യപ്പെടുന്നത് നിയമ പോരാട്ടത്തിന് കൂടെ ഉണ്ടാകണം. അതിന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തു. മറ്റൊരു കാര്യം, ഈ സഹോദരിമാരോട് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോടും നിതിൻ ഈ പറയുന്ന മാനസിക പീഡനത്തിൻ്റെ കഥകൾ നാൾവഴികൾ പറയാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരൊന്നും അച്ഛനെ അമ്മയെ ഇത് അറിയിച്ചിരുന്നില്ല, അവർ വിഷമിക്കേണ്ട എന്ന് കരുതി അറിയിച്ചിരുന്നില്ല. അപ്പോൾ അവരിൽ നിന്നെല്ലാം തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ആ വിവരങ്ങളൊന്നും ഇപ്പോൾ അവരോടൊന്നും ചോദിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലുമല്ല. അനുചിത്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കാതിരിക്കുന്നത്. അപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പ്, സാഹചര്യം, ഇതെല്ലാം അതീവ ഗുരുതരമായ കാര്യമാണ്. റഹീസ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളത്തിലിങ്ങനെ ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ട്, ഒരു വിഭാഗം പേരുണ്ടാകും. അവരല്ല കൂടുതൽ മഹാഭൂരിപക്ഷം പേരും മനുഷ്യനെ മനുഷ്യനായി കാണാൻ അംഗീകരിക്കാൻ മനസ്സുള്ളവർ തന്നെയാണ്. എന്നാൽ ഒരു വിഭാഗം പേര് ഇങ്ങനെയുണ്ട്. മറ്റൊന്നെന്ന് വെച്ചാൽ, ഈ കുടുംബത്തിൻ്റെ അവസ്ഥ താങ്കളും കണ്ടതാണ്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ നിതിനൊന്ന് പഠിച്ച് ഡോക്ടറായി കുടുംബം ഒന്ന് പച്ചപിടിപ്പിക്കുക എന്നതായിരുന്നു സ്വപ്നം. ആ സ്വപ്നം കൂടിയാണ് ഇതുകൊണ്ട് തകർന്നത്. ഇവരെ ഒന്ന് കൈപിടിക്കാനുള്ള ഒരു ശ്രമം കൂടി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാകും. അവർ അനാഥമാവില്ല. നിതിൻ പോയി എന്ന് കരുതി ആ കുടുംബം അനാഥാകില്ല. അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടൊരു കാര്യം അവരുടെ നിയമപോരാട്ടത്തിൽ നിൽക്കണമെന്നാണ്. അതുറപ്പ് നൽകി. രണ്ടാമത് നിങ്ങൾ സൂചിപ്പിച്ച അവരുടെ സാമ്പത്തിക പരാധീനത, കുടുംബത്തിൻ്റെ ഒരു താങ്ങ്, പ്രതീക്ഷ നഷ്ടപ്പെടുന്നു, വീടില്ലാത്ത അവസ്ഥ. CPIM ഉറപ്പ് നൽകുകയാണ്, അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. അവർക്ക് ഒരു വീടെല്ലാം വെച്ച് കൊടുക്കാൻ CPIM അനായാസം സാധിക്കും. എന്നാൽ അതും ഉറപ്പ് നൽകുകയാണ്. CPIM അക്കാര്യത്തിൽ ഞാൻ ഇപ്പോഴത് അതിലേക്കല്ല ഊന്നുന്നത്, അന്വേഷണത്തിലും മറ്റു കാര്യങ്ങളിലുമാണ്. അവരെ ഏതർത്ഥത്തിലും അവർ ചേർത്ത് പിടിക്കും, അതിൽ യാതൊരു സംശയവുമില്ല.